Myself Adira, Assistant Professor and Consultant Physiotherapist in Vedan Navajan College of Physiotherapy. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനെ പറ്റിയാണ്. എന്താണ് സ്ട്രോക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലോട്ടുണ്ടാകുന്ന ബ്ലഡ് ഫ്ലോയിലുണ്ടാകുന്ന ഒരു തടസ്സമാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്ററപ്ഷൻ. തടസ്സം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു ക്ലോട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഹെമറേജ് ആവാം. എങ്ങനെയാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാം, ക്ലോട്ട് ഉണ്ടാകാൻ വേണ്ടി ഒന്നുകിൽ നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലോ, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് നമുക്കറിയാം ആൽക്കഹോളിസം, അതുപോലെ നമുക്ക് സ്മോക്കേഴ്സ്, ഇവർക്കൊക്കെയാണ് കോമൺ ആയിട്ട് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ കാരണമായിട്ട് മാറുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓൾഡ് ഏജിന് അതോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സിനും ഈ സ്ട്രോക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയുന്നത് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് ടെക്നിക്സിനെ പറ്റിയാണ് പറയുന്നത്. സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ ഫിസിയോതെറാപ്പിയുടെ റോള് വളരെ വലുതാണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. അത് ന്യൂറോ ഫിസിയോളജിക്കൽ അപ്രോച്ചസ് ആണ്. അതിലൊരു മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ബ്രെയിൻസ്റ്റോം അപ്രോച്ച്. ബ്രെയിൻസ്റ്റോം അപ്രോച്ച് ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ അപ്രോച്ചാണ്. നമ്മുടെ ബ്രെയിനിൽ 3 ലെവലായിട്ട്, അത് 3 ഹയറാർക്കി ഉണ്ട്. അത് ഹയർ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്, അതിൽ മിഡിൽ ലെവലുണ്ട്. അപ്പോൾ നമ്മുടെ ഹയർ ലെവലിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോവർ ലെവേഴ്സ് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരുന്ന സമയത്ത് ഹയർ ലെവൽ നമ്മുടെ കോർട്ടിക്കൽ സെൻറ്റേഴ്സ് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ലോവർ ലെവേഴ്സ് എക്സൈറ്റഡ് ആവുന്നു. അങ്ങനെ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് റിഫ്ലെക്സസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ അബ്നോർമലായിട്ട് ഉണ്ടാകുന്ന റിഫ്ലെക്സസ്, അതുപോലെ ഈ റിയാക്ഷൻസ് നമ്മുടെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ പേഷ്യൻറ്റിന് ഈ അബ്നോർമൽ റിഫ്ലെക്സസും റിയാക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് സോസ്കി ഫിനോമിന, റൈമസ്റ്റി ഫിനോമിന എന്ന് പറയുന്നത്. ഞാനിവിടെ ബ്രെയിൻസ്റ്റോം അപ്രോച്ചസിനകത്തുള്ള 2 അസോസിയേറ്റഡ് റിയാക്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് സോസ്കി ഫിനോമിനയും ഒന്ന് റൈമസ്റ്റി ഫിനോമിനയാണ്. ഇതിനകത്ത് ഈ പേഷ്യൻറ്റിന് റൈറ്റ് സൈഡാണ് വീക്ക്നെസ് ആയിട്ടുള്ളത്. റൈറ്റ് അപ്പർ ലിംബ്, ലൈറ്റ് ലോവർ ലിംബാണ് വീക്ക്നെസ് ആയിട്ടുള്ളത്. ഈ പേഷ്യൻറ്റിന് റൈറ്റിൽ നമ്മുടെ അപ്പർ ലിംബിൽ ഫ്ലെക്സസ് എനർജിയാണുള്ളത്. ഈ എക്സസൈസ് കൊടുക്കുന്നത് നമ്മൾ ഷോൾഡർ ഫ്ലെക്സ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫിംഗേഴ്സ് എക്സ്റ്റെൻഡഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫിംഗേഴ്സിൻ്റെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. ഫിംഗർ എക്സ്റ്റൻഷൻ എന്നുള്ള വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫിംഗേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ രീതിയിൽ കൺട്രാക്ട് ചെയ്ത് നമുക്ക് എക്സ്റ്റൻഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കൈയൊന്നുയർത്തി ഓക്കെ, താഴേക്ക് കൊണ്ടുവരിക. ഒരു തവണയും കൂടെ കൈ പോയിക്കട്ടെ. ഓക്കെ, ശരി, ഗുഡ്. സ്ട്രോക്ക് നമ്മൾ കാണുന്നത് ഹെമിപ്ലീജിയ, അതായത് ഒരു സൈഡ് എഫക്റ്റ് ചെയ്യുന്നു. ഒന്നുകിൽ റൈറ്റ് സൈഡ് ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആവാം. റൈറ്റ് സൈഡിലുള്ള അപ്പർ ലിംബ് ആവാം, അല്ലെങ്കിൽ ലോവർ ലിംബ് ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതാവാം. ഏത് ഏരിയയിലാണോ ഇൻവോൾവ് ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് റൈറ്റിലാണോ ലെഫ്റ്റ് സൈഡാണോ വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ സിനർജി പാറ്റേൺസ് ഉണ്ട്. അതായത് ഫ്ലെക്ഷൻ സിനർജി ഉണ്ട്, എക്സ്റ്റൻഷൻ സിനർജി ഉണ്ട്, അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് വരാം. അതായത് ഇപ്പോൾ ഷോൾഡറിലാണെങ്കിലും എൽബോ ആണെങ്കിലും റിസ്റ്റ് ആണെങ്കിലും ഫ്ലെക്സ്ഡ് ആയിരിക്കുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് ആയിരിക്കുന്ന രീതിയുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ആ ടെക്നിക്സ് സോസ്കി ഫിനോമിന എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ഫ്ലെക്സ്ഡ് ആയിരിക്കുന്നത്, അതായത് അപ്പർ ലിംബ് ഫ്ലെക്സ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ അപ്പർ ലിംബ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഷോൾഡർ ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫിംഗേഴ്സ് എക്സ്റ്റെൻഡഡ് ആവും. ഈ ഒരു ഫിനോമിനയാണ് സോസ്കി ഫിനോമിന എന്ന് പറയുന്നത്. നമുക്കിപ്പം കൈക്ക് അപ്പർ ലിംബ് മൂവ്മെൻ്റ് ഉണ്ട്, ഫ്ലെക്ഷൻ പോകുന്നുണ്ട്, എന്നാൽ ഫിംഗേഴ്സ് നമുക്ക് ഫ്ലെക്സ് ചെയ്താണ് ഇരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഷോൾഡർ ഫ്ലെക്സ് ചെയ്യുമ്പോഴത്തേക്കും ഫിംഗേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റൻഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തൊരു റിയാക്ഷനാണ് റൈമസ്റ്റി ഫിനോമിന. അതായത് നമുക്കറിയാം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിങ്, അതായത് നമ്മുടെ ഇടുപ്പ് പൊക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ഡൈപ്പേഴ്സ് മാറ്റാനായാലും എന്തിനാലും ഇടുപ്പ് പൊക്കുക. അതേപോലെ തന്നെ 2 കാലും ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം, അഡക്ഷൻ ഉണ്ടാവണം. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പം നമ്മുടെ നോർമലായിട്ടുള്ള കാലിന് അഡക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പ്രോബ്ലമുള്ള കാലും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അഡക്ഷനിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ നല്ല കാലിന്, അതായത് നമ്മൾ സൗണ്ട് ലിംബിന് അഡക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ അഫക്റ്റഡ് ലിംബിന് അഡക്ഷൻ വരുന്നു. ഈ ഒരു ടെക്നിക്കാണ് നമ്മുടെ റൈമസ്റ്റി ഫിനോമിന എന്ന് പറയുന്നത്. ഈ 2 ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പത്തോളജിക്കൽ റിഫ്ലെക്സസും അസോസിയേറ്റഡ് റിയാക്ഷൻസും ഉണ്ട്. ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന ആ ഒരു അപ്രോച്ചസ്, ആ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്നതാണ് ബ്രെയിൻ സ്റ്റോം അപ്രോച്ച് എന്ന് പറയുന്നത്. ഹെമിപ്ലീജി പേഷ്യൻസിന് സാധാരണഗതിയിൽ ഇങ്ങനെ കാല് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കൈ മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാല് താഴേക്ക് വീണ് പോകും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് റൈമസ്റ്റി ഫിനോമിന എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് കാല്, അതായത് സൗണ്ട് ലിംബിൽ ഞാൻ ഇങ്ങനെ കാലകത്തേക്ക് പിടിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അഫക്റ്റഡ് ആയിരിക്കുന്ന ലിംബ് അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ കാലിന് അഡക്ഷൻ കിട്ടും, അതായത് ഈ കാല് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഈ ടെക്നിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നല്ല കാലിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കൊടുക്കുന്നു, ചെറുതായിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ആ സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ അഫക്റ്റഡ് ആയിട്ടുള്ള ലിംബ് അകത്തേക്ക് മൂവ് ചെയ്ത് വരുന്നു. ഈ ടെക്നിക്സാണ് റൈമസ്റ്റി ഫിനോമിന എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കാല് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നു. കുറച്ച് കാലകത്തേക്ക് വന്നേ, അകത്തേക്ക് വന്നേ, 1 2 3 4 5. ഓക്കെ, ഒരു തവണയും കൂടെ കാലകത്തേക്ക് വന്നേ, അകത്തേക്ക് വന്നേ, 1 2 3 4 5. ഓക്കെ, ഒന്നും കൂടി, ഒരിക്കൽ കൂടെ, 1 2 3 4 5.